എക്കാലവും പാകിസ്ഥാൻ ഇന്ത്യയെ തുരത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ആ ഒരു സമയം ഏത് ഭരണാധികാരിയാണോ ഇന്ത്യ ഭരിക്കുന്നത് അവരിൽ നിന്നെല്ലാം ഈ പറയുന്ന പാകിസ്ഥാന് പ്രഹരം ഏറ്റിട്ടേയുള്ളൂ. പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ പാകിസ്ഥാനികൾ എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണ്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായ കാര്യമാണ്. എന്തോ ഒരു അവരോട് ആരോ വന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും, അങ്ങനാക്കും ഇങ്ങനാക്കും, ചപ്പാണോ ചവറാണെന്നൊക്കെ പറഞ്ഞ് അവസാനം പണി അങ്ങോട്ട് കിട്ടൽ തുടങ്ങിയപ്പോ ഇപ്പൊ ഇരുന്ന് കരയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനി കെടുക്കുന്നുള്ളൂ, പാകിസ്ഥാൻ ഇനിയും പണി കെടുക്കുന്നുള്ളൂ. കാരണം സിന്ധു നദി അതിന്റെ ആ കൃത്യമായിട്ടുള്ള രൂപത്തിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടായി പോകുമെന്നാണ് പഠനം പറയുന്നത്. എന്തായാലും അത്തരം ഒരു പണിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് നല്ല ഒരു തിരിച്ചടി ആയിരിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ തുർക്കി വീണ്ടും ഇപ്പൊ ബംഗ്ലാദേശിനെ ഇളക്കി വിടുന്ന ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞ വിഷയം ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തും പാകിസ്ഥാനെ പിന്തുണച്ചും രംഗത്ത് വന്നതോടെ തുർക്കിയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വഷളായിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടവുമായി തുർക്കി പിന്തുണയുള്ള NGOയും നിരോധിത സംഘടനകളും രംഗത്ത്. ധാക്കയിലും മറ്റ് ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭൂപടങ്ങളാണ് പ്രചരിക്കുന്നത്. അപ്പൊ ഇനി അത്തരം ഒരു ഭൂപടം ഉണ്ടാക്കിയിട്ട് ആ പ്രദേശമൊക്കെ ബംഗ്ലാദേശിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇനി വീണ്ടും നമ്മുടെ രാജ്യവുമായിട്ട് അതല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് യോജിച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യവുമായിട്ട് വലിയ രൂപത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ബംഗ്ലാദേശിനെ ആശ്രയിക്കാതെ തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ച പോലെയുള്ള ഒരു വലിയ ഒരു പാത നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത് മ്യാൻമറിനെയും അതുപോലെ മറ്റ് സ്ഥലങ്ങളെയൊക്കെ കീറി മുറിച്ചുകൊണ്ടാണ് ആ 4 വരി പാത പോകുന്നത്. അത് ആ സ്ഥലം ഞാൻ മറന്നുപോയി, പറഞ്ഞുതരാം, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉൾക്കൊള്ളിച്ചുള്ള ഭൂപടങ്ങളാണ് പ്രചരിക്കുന്നത്. തുർക്കി പിന്തുണയുള്ള NGO സൽത്താനത്ത് ഈ ബംഗ്ലായുടെ പേരിലാണ് ധാക്കയിൽ പോസ്റ്ററുകളും ബാനറുകളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യയിലെ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മ്യാൻമറിലെ അരക്കാൻ സംസ്ഥാനം എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രചരിക്കുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടം. ധാക്ക സർവകലാശാലകളിലും ഈ ഭൂപടം പ്രചരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ മാതൃകയിലുള്ള ഇടപെടലുകൾ തുർക്കി ബംഗ്ലാദേശും നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്വാധീനത്തിന്റെ വ്യാപ്തിയും തുർക്കി NGOകളുടെ പങ്കും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ധാക്കയിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശ് സായുധ സേനയ്ക്ക് സൈനിക സാമഗ്രികൾ നൽകുന്നതിലൂടെ തുർക്കി ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ നിർണായക പങ്ക് വഹിക്കുന്നതായി ആരോപണമുണ്ട്. ഇതൊക്കും മുകളിൽ മറ്റൊരു സംഭവം അതിരൂക്ഷമായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ, ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ആ ഒരു സംയുക്തമായി നിന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തുർക്കി ആ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അമേരിക്കയും അതുപോലെ തന്നെ തുർക്കിയും തമ്മിൽ വലിയ രൂപത്തിലുള്ള ഒരു ആയുധ കരാർ നടക്കുന്നുണ്ട്. അപ്പൊ തുർക്കി ഇത്രയും ആ ഒരു വലിയ ഒരു ഇതിലായിട്ട് ഇരിക്കുന്ന ഈ തുർക്കിക്ക്, വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തുർക്കിക്ക് ഇത്രയും ആയുധങ്ങൾ എന്തിനാണ് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ എക്കാലത്തെയും ആ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആയുധങ്ങൾ വിൽപ്പന നടക്കണം. നമ്മുടെ രാജ്യത്തെ ഒരുപാട് കാലമായിട്ട് അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് ആയുധം വിറ്റുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി പല തവണകളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന
ഈ തുർക്കിക്ക് കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ തുർക്കി നിർമ്മിതമാണ് എന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു മെഡിൻ മറ്റേ USA എടുത്തു മാറ്റി പിന്നെ അത് മറ്റേ തുർക്കിയാക്കി മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനെ അതിന്റെ ലേബിളുകളൊക്കെ മാറ്റിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ പാകിസ്ഥാനും അതുപോലെ തന്നെ പറയുന്ന ഈ ബംഗ്ലാദേശ് ടീമിനൊക്കെ NGO ആ ഒരു ടീമിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ രാജ്യവുമായിട്ട് പാകിസ്ഥാനുമായിട്ട് ഒരു സംയുക്തമായിട്ടുള്ള ആ ഒരു രീതിയിൽ കൂടി നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി വീണ്ടും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമാണ്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിന്റെ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ് പാകിസ്ഥാന്റെ ഹൃദയഭാഗങ്ങളിൽ. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു സൈനിക ആ ഒരു ഹെലികോപ്റ്ററിന്റെ പേര് ഞാൻ മറന്നു. ആ ഒരു ഹെലികോപ്റ്റർ പറയുന്ന ഭീകരവാദികളായിട്ടുള്ള ആളുകൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഇടിച്ചിറങ്ങുന്ന രൂപമാണ് കാണുന്നത്. പിന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകളെ കാണാൻ പോലുമില്ല. തീ തുപ്പുന്ന രൂപത്തിലാണ് ആ ഒരു ഹെലികോപ്റ്ററിന്റെ ആ ഒരു ആക്രമണം ഉണ്ടായത്. അത് നമ്മുടെ ഭാരതത്തിൻ്റെതാണ്. ഇപ്പോ മറ്റൊരു പ്രശ്നങ്ങളാണ് നമ്മുടെ നാടിനെ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും സന്ദേശവും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കേന്ദ്ര സംഘത്തെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം നിലനിൽക്കുന്നു. തൽക്കാലം കോൺഗ്രസ് ഈ വിവാദത്തിൽ നിന്നും പിന്മാറുകയാണ്. തരൂരിന് സംഘത്തിന്റെ ഭാഗമാകാൻ അംഗീകാരം നൽകി. ദേശീയ താൽപര്യത്തിനാണ് മുൻതൂക്കമെന്നും ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമാണെന്നും തരൂർ പറയുന്നു. എന്നാൽ തരൂരിനെ ഒഴിവാക്കിയുള്ള 4 അംഗ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചത്. BJP നടത്തുന്ന രാഷ്ട്രീയ കളികളിൽ കോൺഗ്രസ് ഇതോടെ കൂടുതൽ വെട്ടിലായി. ഈ സർക്കാർ നാരദമുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമായ ജയറാം രമേശ് ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു BJPയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഉള്ളിലുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. ശശി തരൂർ ആദ്യം മറ്റേ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധി ആ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു യുദ്ധം ചെയ്തതുപോലെയൊന്നും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല. ഇന്ദിരാഗാന്ധിയോളം ഒന്നും നരേന്ദ്രമോദി അങ്ങോട്ട് പൊങ്ങാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ശശി തരൂരാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം നിന്നുകൊണ്ടിട്ടുള്ള ആ ഒരു ചരിത്രം കുറിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.